നോളജ് എക്കോണമി അറിയേണ്ടത് നോക്കിയാലോ. അറിവിടത്തിൽ 9ാം ക്ലാസ്സിലെ അധ്യായം 4 മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കോണമി? ഭൗതിക ശേഷിയും വിവരസാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിവിധ തലങ്ങളിൽ ബുദ്ധിയോടൊപ്പം നൂതന സാങ്കേതിക ആശയങ്ങളും വിവര സാങ്കേതിക വിദ്യയും വിനിയോഗിക്കുന്ന സമ്പദ് ക്രമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കോണമി എന്ന് പറയുന്നത്. കൂടാതെ ശാസ്ത്രജ്ഞർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ, ഓഹര നികുതി എന്നിവയെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരെല്ലാം ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്ന മനുഷ്യ വിഭവങ്ങളാണ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ കഴിയുന്ന ആസ്തികളാണ്. ഈ അറിവുകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറിവിടം പാർട്ട് 2-ലാണ്. അറിവിടം പാർട്ട് 2 എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ ഫാക്ട് ഉണ്ട്, ലേണിംഗ് റൂം ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അറിവിടം 2-ൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നതാണ്. അറിവിടം 2 ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ട് നമ്മുടെ തന്നെ സൈറ്റിലും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട.